أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മളെല്ലാവരും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംബിയായിലെ 11-ാമത്തെ ആയത്താണ് നമുക്കിനി മനസ്സിലാക്കാനുള്ളത്. അതില് 8 മുതൽക്കുള്ള ആയത്തുകളിൽ, അതുപോലെ തന്നെ തൊട്ടു മുമ്പുള്ള ആയത്തുകൾ പ്രവാചകന്മാരെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. പ്രവാചകന്മാർ പുരുഷന്മാരായിരുന്നു, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്മാരായിരുന്നു. ആ പ്രവാചകന്മാരുടെ കൽപ്പനകൾ ധിക്കരിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് അവരുടെ വാഗ്ദാനം നിറവേറ്റി കൊടുക്കുകയും മറ്റുള്ള ആളുകളെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ശിക്ഷയുമായി കൊണ്ട് ബന്ധപ്പെട്ടുള്ള സംഗതികളാണ് ഇനി അടുത്ത ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷ എപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ ഉദ്ർ പറയാനില്ലാത്ത ഒരു അവസ്ഥയിലാണ് സംഭവിക്കുക. അതാണ് 11 മുതൽക്കുള്ള ആയത്തിൽ വിശദീകരിക്കപ്പെടുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين. وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين. وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين. فلما أحسوا بأسنا إذا هم منها يركضون. فلما أحسوا بأسنا إذا هم منها يركضون. لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون. لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون. അതിൽ ഓതുന്ന ശ്രദ്ധിക്കാനുള്ള വകം അസംന,
വകം ഖസംന കസ്വാദാണ് സീനല്ല. വകം ഖസംന മിൻ ഖർയത്തിൻ മിൻ എന്നുള്ളവിടെ മണിച്ചിട്ട് ഓതണം. അതുപോലെ തന്നെ ഖർയത്തിൻ ഖർയത്തിൻ കാനത് അവിടെയും ഖർയത്തിൻ അവിടെയും മണിച്ചിട്ട് ഓതണം. ഖർയത്തിൻ കാനത് ظالمة وأنشأنا ظالمة وأنشأنا أنشأنا എന്ന് പറയാൻ പാടില്ല. أنشأنا നൂൻ അവിടെ ഇൽഹാർ ചെയ്യാൻ പാടില്ല. وأنشأنا പിന്നെ بعدها قوما آخرين قوما നൂൻ അവിടെ ഇൽഹാർ ചെയ്യണം. തൻവീൻ قوما آخرين. وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين. അതുപോലെ തന്നെ فلما أحسوا بأسنا അവിടെ فلما എന്നുള്ളത് നീട്ടണം. بأسنا എന്നുള്ളത് നീട്ടണം. മാത്രമല്ല അഹസ്സു എന്നുള്ളത് നീട്ടാൻ പാടില്ല. അഹസ്സു എന്നുള്ളത് നീട്ടാണ്ടല്ല. അഹസ്സു അവിടെ അലിഫ് എഴുതിയിട്ടുണ്ടെങ്കിലും അതിന്റെ മുകളിൽ സുക്കൂൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അലിഫിന് എന്തില്ല, ഉച്ചാരണമില്ല. അഹസ്സു എന്ന് ഉച്ചാരണമല്ല. അഹസ്സു ബഅസന 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 ഇദാ ഹും മിൻഹ ഇദാ ഹും അത് രണ്ട് മീം ഒരുമിച്ച് വന്നു. ആദ്യത്തെ മീമിന് സുക്കൂനാണ്, രണ്ടാമത്തെ മീമിന് കസ്റാണ്. ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് ദഗാം അഥവാ ഉച്ചാരണ ദഗാം ചെയ്യണം. ഇദാ ഹും മിൻഹ പിന്നെ നൂനു സാക്കിനത്താണ്. അതിനുശേഷം ഹ ആണ് വന്നിട്ടുള്ളത്. ഇദ്ഹാർ ചെയ്യണം. മിൻഹ എന്നല്ല മിൻഹ. മിൻഹ എന്ന് ഓതാൻ പാടില്ല. മിൻഹ ഇദാ ഹും മിൻഹ യർകുദൂൻ. യർകുദൂൻ എന്നുള്ളത് കുറച്ച് നീട്ടണം. യർകുദൂൻ വഖഫായതുകൊണ്ട്. അതേപോലെ തന്നെ ലാ തർകുദൂ വർജിഉ. ലാ തർകുദൂ എന്നുള്ളത് അവിടെ അധികം നീട്ടരുത്. ലാ തർകുദൂ വർജിഉ. ഇർജിഉ എന്നാണ് ശരിക്ക്. പക്ഷെ അത് ഹംസത്തുൽ വസ്ലാണ്. മറ്റൊന്നിനോട് ചേരുമ്പോ ഹംസുച്ചാരണം വരൂല. അപ്പൊ വാവ് കഴിഞ്ഞ പിന്നെ റാമക്കാണ് ചാട്ട. ഇർജിഉ എന്നല്ല വർജിഉ. വർജിഉ റാ സുക്കൂനാണ്. അതുകൊണ്ട് തന്നെ അലിഫിന്റെ മുകളിൽ എന്തുണ്ടാവും, ഹംസത്തുൽ വസ്ലിന്റെ അടയാളം ഉണ്ടാവും. അതെന്ത് ചെയ്യാൻ പാടില്ല, ഉച്ചരിക്കാൻ പാടില്ല. ഹംസത്തുൽ വസ്ൽ കൂട്ടി ഒതുമ്പം ഉച്ചാരണം വരൂല. വർജിഉ അവിടെ നീട്ടണം. കാരണം മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുള്ളൂ. വർജിഉ ഇലാന്ന് നീട്ടേണ്ട ആവശ്യമില്ല. സാധാരണ മുദ്ദ മതി. ഇലാ മാ ഉത്രിഫ്തും ഫീ. മാ അവിടെ നീട്ടണം. ഇലാ മാ ഉത്രിഫ്തും ഫീ വമസാകിനികും ലഅല്ലകും തുസ്അലൂൻ. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോ പിന്നെ കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്ന് വെച്ചാൽ ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. ആ ഖുർആൻ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? അങ്ങനെ വിശുദ്ധ ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്തു. ആ ഇറക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുകയോ അതല്ലെങ്കിൽ പ്രവാചകന്മാരെ ഉപദ്രവിക്കുകയോ പരിഹസിക്കുകയാണെങ്കിൽ അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കുക. ഒരു കിതാബ് ഇറക്കും, അതല്ലെങ്കിൽ പ്രവാചകനയക്കും. അതല്ലാതെ ഒരു കിതാബും ഇറക്കൂല, ഒരു പ്രവാചകനും ഇറക്കപ്പെടാത്തൊരു ഖൗമിന് എന്തുണ്ടാവില്ല, അദാബ് ഉണ്ടാവില്ല. കാരണം അവർക്ക് മേൽ ഹുജ്ജത്ത് ഉണ്ടായിട്ടില്ല, സ്ഥാപിതമായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞല്ലോ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ ശിർക്കിലാണ്. പക്ഷെ അപ്പൊ അല്ലാഹു ചെയ്തിട്ടുള്ള അല്ലാഹു ശിക്ഷിച്ചിട്ടില്ല. നൂഹ് നബിനെ അയച്ചു. ആ നൂഹ് നബിനെ അവർ കളവാക്കിയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഖം ഖസംനാ മിൻ ഖർയത്തിൻ, എത്ര ഗ്രാമങ്ങളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത്. ഖസമ എന്ന് പറഞ്ഞ അഹ്ലക്കാണ് അർത്ഥം, അതായത് നശിപ്പിച്ചു കളയും. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ വരുമ്പോൾ പിന്നെന്താ സംഭവിക്കാൻ ചോദിച്ചാൽ
പിന്നെ അവിടെ ഒരാൾക്ക് താമസിക്കാൻ പറ്റാത്ത വിധം ആ നാടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാകെ നശിപ്പിക്കാണ് പൊതുവെ ചെയ്യാറുള്ളത്. ഒരു നാടിനെ ആദ്യ സമുദായമാണെങ്കിലും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായമാണെങ്കിലും അതുപോലത്തെ മറ്റൊക്കെ ആ സമുദായത്തിൽപ്പെട്ട ഒരാളെയും ലാലിമ്യങ്ങൾ അള്ളാഹ് ബാക്കിയാക്കൂല. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ ഒരു ഖൗമിനെ അവിടെ ജീവിപ്പിക്കാൻ വേണ്ടി വേറെ കൊണ്ടുവരിക ചെയ്യുക. ഇത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. ഇപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തിൽ നമുക്കറിയാം എല്ലാ ആളുകളെയും നശിപ്പിച്ചു. ആകെ രക്ഷപ്പെട്ടതാര് മാത്രമേ ഉള്ളൂ? ആ നൂഹ് നബിന്റെ കപ്പലുള്ള ആൾക്കാർ. അതന്നെ വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, കുറച്ച് ആളുകൾ മാത്രം, വിരലെണ്ണാവുന്ന ആളുകൾ എന്ന് വെച്ചാൽ തഫ്സീർ 7 ആളുകൾ എന്നൊക്കെ പറഞ്ഞ തഫ്സീറുകൾ കാണാൻ കഴിയും. അത്രയും കുറച്ച് ആളുകൾ ആലോചിച്ചു. ആ 10ൽ താഴെങ്കിൽ ആ കുറച്ച് ആളുകളിൽ നിന്നാണ് പിന്നീട് മനുഷ്യകുലുണ്ടാണ്. അത് മനുഷ്യന്മാരായിട്ട് ഭൂമിയിൽ എത്ര ആൾക്കാരുള്ളൂ? ആ കപ്പലുള്ള ആൾക്കാരാണ്. പറഞ്ഞ ഒറ്റ കാഫറുമില്ല, ഉണ്ടാവും, ഒക്കെ മുസ്ലിമാണ്. പക്ഷെ പിന്നീട് എന്തായി? ആ മുസ്ലിങ്ങളിൽ നിന്നാണ് പിന്നെ ആരുണ്ടായത്? പിന്നീട് കുഫർ ഉണ്ടായത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിം അല്ലായിരുന്നു. 10 തലമുറ കഴിഞ്ഞപ്പോ എന്തായി? ശിർക്കും കുഫറും വന്നു. ആ ശിർക്കും കുഫറും ശേഷം അന്ന് വീണ്ടും ഭൂമിയെ ശുദ്ധമാക്കി. പിന്നീട് ആ ആളുകളിൽ നിന്നാണ് വീണ്ടും ശിർക്കും കുഫറും പറഞ്ഞത്. നല്ലതെന്ന് തന്നെയാണ് എന്തുണ്ടാവുക? ചീത്ത. മാവിന്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക? പുഴുണ്ടാവുക. അണ്ടില് പിന്നെ പുഴുണ്ടാവുക എന്താ പറഞ്ഞാൽ മാവിന്റെ ഉള്ളിലാണ് പുഴുണ്ടാവുക. അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അതിന്റെ ഉള്ളിലത്തെ പുഴു പുറത്തു നിന്നാണോ? മാവല്ലേ പറഞ്ഞു, സുഹൃത്ത മാങ്ങ പറഞ്ഞ ആദ്യം തെറ്റിക്കുന്ന ആൾക്ക് സംഗതി മഫ്ഹൂമാണല്ലോ. മാങ്ങയുടെ ഉള്ളിലുണ്ടാകുന്ന പുഴു പുറത്തു നിന്നാണോ? അല്ല, അതിന്റെ ഉള്ളിൽ നിന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മനുഷ്യനോട് കിടത്തിയിട്ടുണ്ടെങ്കിൽ പുഴു കൊണ്ടുവരും. ആ പുഴു എടുത്തിരുന്ന നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്നതാണ്. മനസ്സിലായി? നല്ലതിന്റെ ഉള്ളിൽ തന്നെയാണ് എന്ത് ചെയ്യുക? ചീത്ത വരിക. അപ്പൊ തൗഹീദ് ഉള്ളവർ തന്നെയാണ് ഈ ഇത് വരിക. അപ്പൊ അതാണ് വഖം ഖസംനാ മിൻ ഖറിയത്തിൻ, എത്ര ഗ്രാമങ്ങളെയാണ് നാം നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത്. ഇവിടെ പിന്നെ സാധാരണ കം എന്ന് പറയുമ്പോൾ അത് 2 തരത്തിലുണ്ട്. അതായത് സാധാരണ നമ്മൾ കം എന്ന് ചോദിക്കൽ എന്താണ്? ഇപ്പൊ കം ഖലമൻ ഇൻദക് എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ അടുക്കൽ എത്ര പേനുണ്ട്? കം ഖലമൻ ഇൻദക്. അപ്പൊ അത് നമ്മൾ നിന്റെ അടുക്കൽ എത്ര പേരുണ്ട് നമ്മൾ ചോദിക്കണമെന്ന് വെച്ചാൽ ആ പേനയുടെ എണ്ണം കിട്ടാൻ. കം വലതല്ലക്ക്, നിനക്ക് എത്ര കുട്ടികളുണ്ട്? അല്ലെങ്കിൽ കം താലിബൻ ഫി മദ്രസത്തിക്ക്, എന്റെ മദ്രസയിൽ എത്ര കുട്ടികളുണ്ട് എന്ന് നമ്മൾ ചോദിക്കണമെന്ന് വെച്ചാൽ ആ കുട്ടികളുടെ എണ്ണം കിട്ടാനാണ്. അതിന് കം ഇസ്തിഫാമിയ എന്നാ പറയുക. എന്താ പറയാ? കം ഇസ്തിഫാമിയ എന്ന് പറയും. അതേ സമയത്ത് വേറൊരു കമ്മുണ്ട്. ആ കമ്മാണ്, രണ്ടാമത് പറഞ്ഞ കമ്മാണ് അവിടെ. കം ഖബരിയ എന്ന് പറയും. എന്താ പറയാ? കം ഖബരിയ, അതായത് തഅജ്ജുബിന് വേണ്ടി, ആ എണ്ണം കിട്ടാനില്ല. അപ്പൊ കം ഖസംനാ മിൻ ഖറിയത്തിൻ, എത്ര ഗ്രാമങ്ങളെയാണ് നശിപ്പിച്ചത്. ആ ഗ്രാമത്തിന്റെ എണ്ണം കിട്ടാനാ അത് ചോദിക്കണേ? അല്ലല്ലോ. അപ്പൊ നോക്കിക്കോ, കം ഖലമൻ ഇൻദക് എന്ന് പറഞ്ഞാൽ എത്ര പേര്. എന്നാ കം ഖലമിൻ ഇൻദക്, എത്ര പേരുണ്ട് എൻ്റെ അടുത്ത്. മനസ്സിലായോ? എൻ്റെ ഒരാൾ ചോദിക്കുക, എൻ്റെ അടുത്ത് എത്ര പൈസ ഉണ്ട്? 200 റുപ്യ. പിന്നെ എത്ര പൈസ ഉണ്ട് എൻ്റെ അടുത്ത്? 2 ചോദ്യം എന്നാണ്, പക്ഷെ മഫ്ഹൂം വ്യത്യാസം ഉണ്ടല്ലോ, അല്ലേ? ഒന്ന് അതിന്റെ ആധിക്യം കാണിക്കാനാണ്. കം ഖബരിയ എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ ആധിക്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കം ഖബരിയ ഉപയോഗിക്കുക. അതിന് കസ്റ വരെ. ഇപ്പൊ ആ 2 തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ, പിന്നെ വേറെ പേരുണ്ടോ ഇവിടെ? അതായത് പിന്നെ ഇസ്തിഫാമി ആണെങ്കിൽ നസ്ബാണ് വരാ, അതല്ലെങ്കിൽ മറ്റേതാണെങ്കിലോ ചെറാണ് വരാ. മനസ്സിലായോ? ആരാണ് വ്യത്യാസം? അപ്പൊ ഒരു ഫത്തുൽ കസർ മാറിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? അർത്ഥത്തിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഖബരിയാണോ ഇസ്തിഫാമിയാണോ? ഖബരിയ എന്ന് പറഞ്ഞാൽ കം ഖസംനാ മിൻ ഖറിയത്തിൻ, എത്ര ഗ്രാമങ്ങൾ നശിപ്പിച്ചു. ആ ഗ്രാമത്തിന് ലിസ്റ്റ് കിട്ടാനാണോ? അല്ല, ഒരിക്കലും കണക്കാക്കാൻ കഴിയില്ല. അത്രയും ഗ്രാമങ്ങൾ നാം നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് ആ കം പ്രയോഗിക്കുക. ഇസ്തിഫാമി ആണെങ്കിൽ
അതായത് അതിന്റെ ഒരു ഫഹ്മ് തേടാൻ വേണ്ടിയിട്ടാണ്. അതാണ് അവിടെ പിന്നെ വ്യത്യാസമുള്ളത്. ഖസംന എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചിട്ടുണ്ട്. മീൻ ഖറിയത്തിൻ ഗ്രാമങ്ങൾ. ഞാൻ പറഞ്ഞു ഖറിയത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ഇന്നത്തെ പോലുള്ള ഗ്രാമങ്ങളല്ല, ഒരു സമൂഹം താമസിക്കുന്ന ഒരു ഗ്രാമം. പണ്ടൊക്കെ എന്താ വെച്ചാൽ ആളുകൾ പൊതുവെ ഒരു ഗോത്രക്കാർ ഒരു ഹയ്യിൽ ഒരു പിന്നെ താഴ്വരയിലാണ് ഒരു ഗോത്രക്ക് ഒന്നാകെ ജീവിക്കുക. അല്ലെങ്കിൽ ഒരു പിന്നെ പിന്നെ ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും എന്തായിരിക്കും, ബന്ധുക്കളായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ആണെങ്കിലും അതുപോലത്തെ മറ്റുള്ള പ്രവാചകന്മാരൊക്കെ ആണെങ്കിൽ അഖൂഹും സാലിഹൻ, സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞപ്പോൾ എന്താണ് അഖൂഹും സാലിഹ് എന്നുള്ള പ്രയോഗം ഖുർആൻ കാണാം. അവരുടെ സഹോദരനായ സാലിഹ്. ഏത് പറഞ്ഞാൽ സാലിഹ് നബിയുടെ കുടുംബക്കാരാണുള്ള എല്ലാവരും. മനസ്സിലായോ? അപ്പൊ ആ നാട്ടിലുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് ഒരു കുടുംബം ഒരു സ്ഥലത്ത് താമസിക്കുക. ഇന്നത്തെ പോലെ പല കുടുംബങ്ങളും പിന്നെ ഒന്നിച്ച് താമസിക്കുന്ന രീതി ആയിരുന്നില്ല അന്നുണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു താനും. ഇവിടെ ഖറിയത്തിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ആ ആളുകൾ താമസിച്ച ആളുകളാണ്, അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുള്ളത്. ഇനി എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത്? കാനത്ത് ളാലിമതൻ, ആ ഖറിയത്ത് എന്തായിരുന്നു? ളാലിമത്തായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ദുൽമ ചെയ്തവരാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ പറഞ്ഞു ളാലിമത്തായിരുന്നു എന്ന് പറഞ്ഞാൽ വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, റസൂലിനെ അയച്ചിട്ടില്ലാതെ പിന്നെ നശിപ്പിക്കൂല. മാത്രവുമല്ല പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വേറെ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, നാം ഒരിക്കലും വമാ ളലംനാഹു വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, നാം എന്ത് ചെയ്തിട്ടില്ല, അവരോട് ദുൽമ ചെയ്തിട്ടില്ല. അവിടെ കാനത്ത് ളാലിമത്ത് എന്ന് പറഞ്ഞാൽ ആ ഗ്രാമം എന്തായിരുന്നു? ളാലിമത്തായിരുന്നു. ഇവിടെ നോക്കിക്കോ, മീൻ ഖറിയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമത്തെ നശിപ്പിച്ചു. ഇവിടെ ശരിക്കും ഗ്രാമത്തെ നശിപ്പിച്ചു എന്ന് പറയുന്ന ഉദ്ദേശം എന്താ? അവിടുത്തെ മരം ബിൽഡിംഗ് ഒക്കെ നശിപ്പിച്ചു എന്നാ? അല്ലല്ലോ, ജനങ്ങളാണ് അവിടുത്തെ ഉദ്ദേശം. അപ്പൊ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു നാട്ടിലെ ജനങ്ങൾ ഫസാദിലായി കഴിഞ്ഞാൽ ആ ഫസാദിന്റെ പരിണത ഫലം എന്തിനുണ്ടാവും? അവിടുത്തെ നാട്ടിലുണ്ടാവും. മനസ്സിലായില്ലേ? ആ നാടിന്റെ പിന്നെ അതേ സമയത്ത് നല്ല ഒരു നന്മ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല സ്ഥലങ്ങളാണെങ്കിൽ ആ നന്മയുടെ ഒരു എഫക്റ്റ് ആ സ്ഥലത്തിനുണ്ടാവും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഭൂമിയിലെ ഏറ്റവും പവിത്രതയുള്ള പള്ളി ഏതാണ്? ഏറ്റവും പവിത്രത പള്ളി ഏതാ? മസ്ജിദുൽ ഹറാമല്ലേ? എന്താ മസ്ജിദുൽ ഹറാമിന്റെ പ്രത്യേകത? കൊടുക്കണ്ട. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? ഭൂമിയില് പള്ളികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ഏതാണ്? അങ്ങാടി. എന്തുകൊണ്ടാ? അങ്ങാടിയത്തെ ബിൽഡിംഗ് ഉണ്ടാക്കിയ അതേ കല്ലുകൊണ്ട് തന്നെയാണ് നമ്മളെ പള്ളി ഉണ്ടാക്കിയത്. അതേ പണിക്കാരനെയാണ് നമ്മളെ പള്ളിന്റെ. ആ അങ്ങാടിക്ക് പോണ തന്നെയാണ് പള്ളിക്കും പോണത്. എന്താ വ്യത്യാസം? പള്ളിയിൽ നടക്കുന്ന കാര്യം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായോണ്ട് ആ സ്ഥലത്തിന് എന്തുണ്ടായി? പ്രത്യേകത ഉണ്ടായി. മനസ്സിലായോ? അങ്ങാടിയിൽ നടക്കുന്ന അധിക കാര്യങ്ങളും അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമായോണ്ട് ആ സ്ഥലവും അള്ളാഹ്ക്ക് വെറുപ്പുള്ളതായി. അല്ലാതെ ആ ഭൂമിയും വെറുക്കപ്പെട്ടതാകുന്ന എപ്പോഴാണ്? അവിടുത്തെ മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ മോശമാകും. ഒരു സ്ഥലത്ത് മനുഷ്യന്മാരുടെ പ്രവർത്തനം നന്നാകുമ്പോൾ ആ സ്ഥലത്തെയും എന്ത് ചെയ്യും? അത് വിശുദ്ധമാക്കും. അപ്പോൾ അല്ലാഹു പറഞ്ഞു ഖസംനാ മിൻ ഖറിയത്തിൻ, എത്ര ഗ്രാമങ്ങളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത്. കാനത്ത് ളാലിമത്തൻ, ആ ഗ്രാമങ്ങളെ നാം വെറുതെ നശിപ്പിച്ചതല്ല, അക്രമികളായ ദുൽമ ചെയ്തവരായിരുന്നു. ഏറ്റവും വലിയ ദുൽമ എന്താണ്? ശിർക്കാണ്. ശിർക്ക് മാത്രമല്ല, ശിർക്കിനോടൊപ്പം വേറെയും ചില തിന്മകൾ കൂടി അവർ ചെയ്തു. എന്നാൽ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാമത്തെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിന്റെ അഹലുകാരാണ് നശിപ്പിച്ചത്. അതെങ്ങനെ മനസ്സിലായി ചോദിച്ചാൽ, പിന്നെ ഉള്ള പറഞ്ഞ എന്താ? വഅൻശഅനാ ബഅദഹ ഖറിയത്തൻ എന്നല്ല, വഅൻശഅനാ ബഅദഹ ഖൗമൻ ആഖിൻ, വേറെ ആൾക്കാരെ കൊണ്ടുവരുന്നത്. അപ്പൊ നശിപ്പിച്ച ആരാണ് അവിടെ? ഖൗമിനെ നശിപ്പിച്ച്. മനസ്സിലായില്ലേ? വഅൻശഅനാ ബഅദ, അൻശഅ എന്ന് പറഞ്ഞാൽ എന്താണ്? നാം ഉണ്ടാക്കി. ബഅദഹ, ആ നാടിന് ശേഷം അല്ലെങ്കിൽ ആ നാട്ടുകാർക്ക് ശേഷം
ഖൗമൻ, ഒരു ഖൗമിനെ നാം ഉണ്ടാക്കി, ആഖരീൻ, അവരല്ലാത്ത ഒരാൾ. ആഖർ എന്ന് പറഞ്ഞാൽ അനദർ, മറ്റൊന്ന്. അപ്പൊ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സുന്നത്താണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്ക്, നൂഹ് നബിന്റെ കാലത്ത് ഇവിടൊക്കെ വെള്ളം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് എവിടെ ഉണ്ടാവും? ഭൂമി മൊത്തത്തിൽ വെള്ളത്തിലാണ്, മനസ്സിലായില്ലേ? ഇവിടെ വെള്ളം ഉണ്ടാവും. പക്ഷെ ആ നശിപ്പിക്കപ്പെട്ടതിന് ശേഷം വേറെന്ത് ചെയ്തു? ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നു. പിന്നെ ഈ സാധാരണ ഭൂമിക്കടിയിൽ പെട്രോളുകൾ ഉണ്ടല്ലോ, പെട്രോളൊക്കെ എങ്ങനെയാണ് പെട്രോൾ ഉണ്ടാവുന്നത്? ഭൂമിക്കടിയിൽ മരങ്ങളും മറ്റൊക്കെ. ഈ കൽക്കരിക്ക് എങ്ങനെ ഉണ്ടാവുന്നത്? സാധാരണ കൽക്കരി എന്തെന്നാ ഉണ്ടാകുക? മരത്തിനല്ല ഉണ്ടാകുക, മരത്തിനല്ല കൽക്കരി ഉണ്ടാകുക. അപ്പൊ എങ്ങനെയാണ് ഈ മരങ്ങളൊക്കെ ഭൂമിന്റെ അടിയിലേക്ക് എത്തിയത്? നമ്മളാരും കൊണ്ടിട്ടല്ലോ. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു വെച്ചാൽ ഭൂമി കീഴ്മ മറിക്കപ്പെട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഉരുൾപൊട്ടൽ കണ്ടില്ല, ഒരുപാട് മരങ്ങൾ എന്തെത്തുന്ന ഭൂമിന്റെ അടിയിലേക്ക് പോയി. അങ്ങനെ ആ കൗമ്, നശിപ്പിക്കപ്പെട്ട കൗമ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആ നാട്ടിൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ആളുകളെ കൊണ്ടുവരികയാണ് ചെയ്യുക. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിൽ തിന്മ കൂടിയാൽ, ഇപ്പൊ മഹാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പിന്നെ മദീനയിൽ ഇരിക്കുകയാണ്. മദീനയിലിരിക്കുമ്പോൾ ഭൂമി ഒന്ന് കുലുങ്ങി. ഭൂമി കുലുങ്ങിയപ്പം ഉമർ റളിയല്ലാഹു അൻഹുവിന് പേടിയായി. ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഇനിയും ഭൂമി കുലുങ്ങുകയാണെങ്കിൽ ഞാൻ മദീനയിൽ നിൽക്കുകയില്ല, എവിടുന്ന് പോകും. കാരണം ഈ ഭൂമി കുലുക്കവും ഇതൊക്കെ ഇതിന്റെ എന്തിന്റെ കൂടി പിന്നെ അടയാളമാണ്? ഇതിന്റെ മുകളിൽ നിൽക്കുന്ന മനുഷ്യന്മാരുടെ, അതുകൊണ്ട് ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ പ്രവർത്തനം കാരണമാണ് ഇത് ഉണ്ടാകുക. ഭൂമിയിലും കടലിലൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ ഭൂമിയിൽ മനുഷ്യന്മാര് കൂടുതൽ പിന്നെ തോന്നിവാസത്തിലേക്ക് പോവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ആ ഖൗമിനെ നശിപ്പിക്കും. നശിപ്പിച്ചിട്ട് അവരല്ലാത്ത മറ്റൊരു ഖൗമിനെ നാം അവിടെ കൊണ്ടുവരികയും ചെയ്യും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്താണ്. തീർച്ചയായും അള്ളാഹുവിന്റെ ശിക്ഷ ഒരു ഖൗമിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 100% അവർ അതിന് അർഹരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫലമ്മ അഹസ്സു ബഅസന, നമ്മുടെ ശിക്ഷ അവർക്ക് ഏൽക്കുന്ന സന്ദർഭത്തിൽ. അഹസ്സ എന്ന് പറഞ്ഞ, ഹിസ് എന്ന് പറഞ്ഞ ശരിക്ക് പഞ്ചേന്ദ്രിയങ്ങൾക്ക് പറയും, ഹവാസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവരെ ബാധിക്കുക. നമ്മൾ സാധാരണ 5 ഇന്ദ്രിയങ്ങൾ നമുക്കുള്ളത് അല്ലെ, പഞ്ചേന്ദ്രിയം. ഈ പഞ്ചേന്ദ്രിയങ്ങൾ എന്തിനാണ്? നമ്മുടെ ശരിപ്പം നമ്മള് കണ്ണ്, അതുപോലെ തന്നെ മൂക്ക്, നാവ്, ഇതൊക്കെ ഇതിലൂടെയൊക്കെ മനുഷ്യന് പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ കണ്ണുകൊണ്ട് കണ്ടാൽ മനസ്സിലാവും, മൂക്കുകൊണ്ട് മണത്താൻ മനസ്സിലാവും, അല്ലേ? നാവോട് രുചിച്ചാൽ മനസ്സിലാവും, പിന്നെ കേട്ടറിവ്, അതുപോലെ തന്നെ തൊട്ടതൊക്കെ ഹവാസുകളാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് പല അറിവുകളും ലഭിക്കുന്ന സോഴ്സുകളാണ്. അതാണ് അഹസ്സ എന്ന് പറഞ്ഞാൽ. ബഅസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഅസ് അവർക്ക് അങ്ങോട്ട് ഏറ്റപ്പോൾ. ബഅസ് എന്ന് പറഞ്ഞാൽ തിന്മ. അവിടെ തിന്മയുടെ ഉദ്ദേശം എന്താണ്? അള്ളാഹിന്റെ ശിക്ഷയാണ്. ആ അള്ളാഹുവിന്റെ ശിക്ഷ, നമ്മുടെ ശിക്ഷ അവർക്ക് ഏറ്റ സന്ദർഭത്തിൽ, അള്ളാഹിന്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അതിൽ ആരും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവരല്ലാതെ ആരും തീരില്ല, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മോൻ പറഞ്ഞില്ലേ, കയറിക്കൊന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞു? ഞാൻ ആ മലന്റെ മുകളിൽ കയറിക്കോളാം. അപ്പൊ എന്താ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന്, അള്ളാഹുവിന്റെ അംറിൽ നിന്ന് രക്ഷപ്പെടുന്നവർ ആരുമില്ല. കാരണം നൂഹ് നബിന്റെ മോൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ വെള്ളം വന്നാൽ ഇപ്പൊ അരിമ്പ്രവലിന്റെ മുകളിൽ കയറിയാൽ മതി അറിഞ്ഞു നമ്മള്. അരിമ്പ്രാവലിന്റെ മുൾക്കൊന്ന് വെള്ളത്തൂടെ നിൽക്കാൻ നമ്മൾ ജഹിക്കുണ്ടാകും. എന്നാൽ ആ ഒരു ധാരണയാണ് നൂഹ് നബിന്റെ മോനുണ്ടായത്. അവിടക്കൊന്നും വെള്ളത്തൂല, സാധാരണ വെള്ളം മുകളിൽ ഏരിയുണ്ടല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാവില്ല. അതാണ് ഫലമ്മ അഹസ്സു ബഅസന ഇദാ ഹും മിൻഹാ യർകുദൂൻ, അപ്പോൾ അവരതാ അതിൽ നിന്ന് ഓടി അകലാൻ പരിശ്രമിക്കുന്നു. ശരിക്കും റക്കല എന്ന് പറഞ്ഞ 2-3 അർത്ഥം. റക്കല ശരിക്കും ഭൂമിയിൽ കാലുകൊണ്ട് താഴ്ത്തുന്ന റക്കല എന്ന് പറയും. നമ്മളിങ്ങനെ കാലുകൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ താഴ്ത്തൂലേ, അത് ശക്തി കൊടുക്കുക. ഇപ്പൊ പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സംസമിന്റെ ഇതുമായി കൊണ്ട് ബന്ധപ്പെട്ട് കാണാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്രീലിന്റെ ചിറക് കൊണ്ട് റക്കലത്ത് ജന, അതായത് ഭൂമിയിൽ അങ്ങ് പിന്നെ എന്തായി
ഒരു താഴ്ച ഉണ്ടാക്കിയപ്പോഴാണ് ഇന്നിന്റെ സംസം ഉണ്ടായത്. നമ്മൾക്ക് ചെറുപ്പത്തിലൊക്കെ മറ്റേ ഇസ്മായിൽ നബിന്റെ കാലടിയിൽ നിന്ന് ഉണ്ടായി എന്നാ കേൾക്കും. പക്ഷെ ഹദീസിലുള്ളത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചിറകുകൊണ്ട് കുഴിയെടുത്തതാണ്. അപ്പൊ ശരിക്കും ഇവിടെ ഓടിപ്പോണതിന് റക്കള പറയാൻ കാരണം എന്താ വെച്ചാൽ, ഓടുമ്പോ നമ്മള് കാല് ശരിക്കും എന്ത് ചെയ്യും, ഭൂമിയിൽ ഇങ്ങനെ നല്ല പവറിൽ പതിയും. കാരണം ഓടുമ്പോ പവർ ഇവിടെ കാൽമുക്കാണ് വരിക. നമ്മുടെ നടക്കുമ്പോ അത് ശരിക്കും അത് ഭൂമിയിൽ അതാണ് ഇറക്കത എന്ന് പറഞ്ഞത്. ശരിക്കും അവർ ഭൂമിയിൽ നിന്ന് എന്ത് അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോ എന്ത് ചെയ്യാണ്, അവർ ആ ശിക്ഷയിൽ നിന്ന് ഓടിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇനി പിന്നെ വേഗത്തിൽ ഓടിപ്പോകുക, ശരിങ്ങനെ നടന്നു പോകുന്നില്ല, ശരിക്കും റക്തത കാല് ഊന്നി ഊന്നി ശരിക്കും വേഗത്തിൽ ഓടിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. ഇനി ആ നാട്ടിൽ നിൽക്കാൻ പറ്റൂല എന്നുള്ളിടത്താണ് അവരുണ്ടാകുക. മനസ്സിലായില്ലേ? ഇനി ആ നാട്ടിൽ നിൽക്കാൻ പറ്റൂല. കാരണം ആ ചില സംഗതികൾ എന്താ വെച്ചാൽ, പിന്നെ ആ നാട്ടിൽ നിൽക്കുമ്പോൾ ചില പ്രയാസം ഉണ്ടാവും, അല്ലെങ്കിൽ തിന്മയുടെ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പ്രയാസം ഉണ്ടാവും. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് ഓടിപ്പോകാനാണ് ഇവർ പരിശ്രമിക്കുന്നത്. അതാരായാലും പരിശ്രമിക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലാ തർക്കുദൂ, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഓടൊന്നും വേണ്ട. മനസ്സിലായില്ലേ? സാധാരണ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ഇപ്പൊ മക്കത്തെ മുശ്രിക്ക് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തൊക്കെ ചോദിച്ചിരുന്നു, പലതും ചോദിച്ചു. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചു. പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹിനെ കാണണം വരെ ചോദിച്ചിട്ടുണ്ട് കൗമ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നബി പിന്നെ മൂസാ നബിന്റെ കൗമിന്റെ അത്ര നിഅമത്ത് കിട്ടിയ ഒരാളുമില്ല. മഞ്ഞ സെൽവി ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് ഇതൊക്കെ ഇറക്കി കൊടുത്തിട്ട് പിന്നെ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറതൻ, പരസ്യമായിട്ട് അള്ളാഹ് ഞങ്ങൾക്ക് നേർക്കുനേരോട് കാണാതെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ എന്താണ്ടത്, ഫഅഖദത്തുഹും സ്സായിഖ, ഭയങ്കരമായ ഒരു ഘോര ശബ്ദം വന്നപ്പോൾ ഒക്കെ മരിച്ചു, എല്ലാരും മരിച്ചു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ജീവിപ്പിക്കുക ചെയ്തു. അപ്പൊ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ മരിച്ചവർ അള്ളാഹു ജീവിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 5 സംഭവങ്ങൾ സൂറത്ത് ബഖറ തന്നെ ഉണ്ട്. മരിച്ചവരെ ജീവിപ്പിച്ച 5 സംഭവങ്ങൾ സൂറത്ത് ബഖറ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇവരിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കാൻ, അത് ഏതൊരു മനുഷ്യരാണെങ്കിലും അള്ളാഹുവിന്റെ ശിക്ഷ നേരിൽ കാണുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഓടി അകലാൻ വേണ്ടി പരിശ്രമിക്കും. ഇപ്പൊ പിന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമാണെങ്കിലും അതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമാണെങ്കിലും അവർക്ക് അദാബ് പിന്നെ ഇറങ്ങുന്ന സന്ദർഭത്തിൽ അവർ മൂസാ നബിന്റെ അടുത്ത് വന്നിട്ട് പലതും പറയും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചു. അതാണ് മൂസാ നബി പ്രാർത്ഥിക്കും, പടച്ചോനെ ജാഹിലിയങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് പിന്നെ ശിക്ഷിക്കില്ല. അങ്ങനെയാണ് പിന്നെ ഈ ചോദ്യത്തിന് പശ്ചാത്താപമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുക. യഖ്തുൽ ബഅദുഹും ബഅദാണ്. ഇതൊരു അദാബായിരുന്നു മൂസാ നബിന്റെ കൗമിന്. അള്ളാഹ് തൗബ സ്വീകരിക്കണമെങ്കിൽ തൗബ ചെയ്താൽ മാത്രം പോലെ എന്ത് ചെയ്യണം, നിങ്ങൾ പരസ്പരം കണ്ട് എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യണം. ഇതൊക്കെ സൂറത്ത് ബഖറയിൽ അള്ളാഹ് പറഞ്ഞു. കാരണം അവർക്ക് അത്രയും നിഅമത്ത് കൊടുത്തിട്ടും അത്രയും വലിയ ധിക്കാരം കാണിച്ച കൗമിന് അള്ളാഹ് കൊടുത്തൊരു അദാബ് എന്താ വെച്ചാൽ, നിങ്ങളുടെ തൗബനെ സ്വീകരിക്കണമെങ്കിൽ തൗബ ചെയ്താൽ മാത്രം പോരാ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, അടുത്ത ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പിന്നെ യുദ്ധം ചെയ്യണം. ഇതൊക്കെ അള്ളാഹു അവർക്ക്, കാരണം എന്താ വെച്ചാൽ സുബഹിയുടെയും സൂര്യോദയത്തിന്റെയും ഇടയിൽ എല്ലാ ദിവസവും മഞ്ഞ സെൽവ് വരികയാണ്. എവിടുന്ന്? ആകാശത്ത്. അതിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോട്ടോ, മഞ്ഞ സെൽവയും അള്ളാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിന് ഇറക്കി കൊടുത്ത സമയം ഫജ്റിന്റെയും സൂര്യോദയത്തിന്റെയും ഇടയിലാണ്. അതായത് സുബയാൻ കൊടുത്ത് സൂര്യോദിക്കണ സമയമുണ്ടല്ലോ, ആ സമയത്തിനിടയിലാണ് ഒരു ദിവസത്തെ ഭക്ഷണം വരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഭക്ഷണം ഒരിക്കലും എടുത്തേക്കാൻ പാടില്ല. ഭക്ഷണം എന്ത് ചെയ്യണം, ഇന്നത്തെ ഭക്ഷണം എന്ത് ചെയ്യണം, ഇന്ന് തീർക്കണം. ബനൂ ഇസ്രായേലല്ലേ, ഒരെടുത്ത് വെച്ചു. അന്ന് മുതൽക്കാണ് ഭക്ഷണം കേടുവരൽ ആരംഭിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുവരെ എന്തില്ല, ഭക്ഷണം കേടുവരലില്ല, അതൊരു ശിക്ഷയായിരുന്നു. അപ്പൊ ചില ആൾക്കാർ യുക്തിവാദികൾ ചോദിക്കും, ഭക്ഷണം കേടുവരുന്ന ബാക്ടീരിയ കൊണ്ടല്ലേ? അപ്പൊ ആ ബാക്ടീരിയ എപ്പോഴാണ് ആക്റ്റീവ് ആയത്? മനസ്സിലായേ? ആ ബാക്ടീരിയ എന്ന് മുതൽ ആക്റ്റീവ് ആയത്? അള്ളല്ലേ നിയന്ത്രിക്കണം. ബാക്ടീരിയ നിയന്ത്രിക്കണാരാ?
അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലേ ബനൂ ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം എടുത്തേക്കാൻ പാടില്ല, രാവിലെ സുബൈന്റെ മുമ്പ് എന്ത് ചെയ്യും? അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക് കൊടുക്കുന്ന സമയം. അതുകൊണ്ടാണ് അദ്കാർ സബാഹിൽ എന്തുണ്ട്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ. അതുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, എന്റെ ഉമ്മത്തിന് നീ ബുക്കൂറിന്റെ സമയം എന്ന് പറഞ്ഞതാണ് സുബൈന്റെ ബാങ്ക് കൊടുത്തതിന് ശേഷം സൂര്യോദയക്ക് വരെയുള്ള സമയം. ആ സമയത്താണ് അള്ളാഹ് റിസ്ക് കൊടുക്കുക. ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി കച്ചവടത്തിൽ ഒരു ബർക്കത്തുമില്ല, ഒക്കെ നഷ്ടമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സമയത്ത് നീ കച്ചവടത്തിന് വേണ്ടി ഒരുങ്ങ, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം ഏർപ്പെട്ടാൽ മതി. അങ്ങനെ ആ സഹാബി പറഞ്ഞു, ഞാൻ ആ റസൂലുള്ളാഹിന്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അവസാനം എന്റെ കച്ചവടത്തിൽ ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ എത്രത്തോളം ചോദിച്ചാൽ ഞാൻ കല്ല് പൊന്തിച്ച് അതിൻ്റെ ഇടയിൽ സ്വർണ്ണം ഉണ്ടാവും, അത്ര വലിയ ലാഭം. അതാണ്. അപ്പോ ഫലം ബഅസന, നമ്മുടെ ബഅസ് അവർക്ക് ബാധിച്ച സന്ദർഭത്തിൽ ഇദാഹും മിൻഹാ യർകുദൂൻ, അവർ അതാ ഓടിപ്പോകാൻ ശ്രമിക്കാൻ. ലാ തർകുദു, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാസത്തിൽ അവരോട് പറയാൻ, ലാ തർകുദു, നിങ്ങൾ ഓടണ്ട, വർജിഉ ഇലാ മാ ഉത്രിസ്തും ഫീ, നിങ്ങൾ ആനന്ദിച്ചിരുന്ന അതിക്കനെ മടങ്ങിക്കോ, മസാക്കിരിക്കും, നിങ്ങളെ പേരും കൂടി ഒക്കെ ഉണ്ടല്ലോ, അതിലും അതാണ് പുല്ലെന്ന് വിചാരിച്ചിട്ടാണ് നിന്നിന്, അവിടക്കനെ പോയിക്കോ, നിങ്ങൾക്ക് പായിന്ന് സാധാരണ പറഞ്ഞത്, ഓടണ്ട അവിടക്കനെ പോയിക്കോന്ന് പറഞ്ഞു. ആ അള്ളാന്റെ പരിഹാസമാണ് ശരിക്കും അവിടെ. ഇലാമ അത്രഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ ലംഘിച്ച് പടച്ചോനെ മറന്ന് ജീവിച്ച നിങ്ങളുടെ മസാക്കിനൊക്കെ ഉണ്ടല്ലോ. മസ്കൻ എന്ന് പറഞ്ഞാൽ എന്താ? സുക്കൂൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് മനസ്സിന് സമാധാനം ഉണ്ടാകും, അതാണ് മസ്കൻ, വീട്. അപ്പൊ നിങ്ങളുടെ മസാക്കിനുകളിലേക്ക് നിങ്ങൾ എന്ത് വർജിഉ, നിങ്ങൾ വാങ്ങിക്കോളി, നിങ്ങൾ പെരിയും കൂടി ഒന്ന് വിട്ട് പായണ്ട. അള്ളാന്റെ ശിക്ഷ വരുമ്പോഴേ അപ്പൊ ആർക്കും ഒരു പെരിയും കൂടി ഒന്ന് ഓർമ്മ ഉണ്ടാവില്ല. അത് അള്ളാഹ് പറഞ്ഞു തരാണ്. അള്ളാന്റെ അദാബ് കൊണ്ട് വന്നാൽ കുടുംബത്തെ ഓർമ്മ ഉണ്ടാവില്ല, സമ്പത്ത് ഓർമ്മ ഉണ്ടാവില്ല, വീട് ഓർമ്മ ഉണ്ടാവില്ല. കടൽ ഫിർഔനെ സംബന്ധിച്ചോത്തല്ല പറഞ്ഞു, എക്കം തറക്കൂ മിൻ ജന്നാത്തിൻ വഅയൂൻ, എത്ര തോട്ടങ്ങളാണ് ചെങ്ങായിമാരോട് ഉപേക്ഷിച്ചു പോയത്. വലിയ തോട്ടങ്ങളും അതുപോലെ തന്നെ വലിയ കൊട്ടാരങ്ങളും മണിമന്ദിരങ്ങളൊക്കെ അവർ ഉപേക്ഷിച്ചു പോയില്ലേ. അപ്പൊ ഇത് അള്ളാന്റെ ശിക്ഷയോട് ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതുവരെയൊക്കെ തൊക്കിൽ വെച്ച് നടക്കും. പക്ഷെ അള്ളാന്റെ അദാബ് അത് കണ്ടാൽ പിന്നെ ഇതൊക്കെ ഇട്ട് തൊക്കിട്ട് പായും. അതാണ് അള്ളാഹ് പറഞ്ഞു, നിങ്ങളുടെ മസാക്കിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങിക്കൊള്ളും. ലഅല്ലക്കും തുസ്അലൂൻ, നിങ്ങൾ ചോദിക്കപ്പെടുന്നവരായേക്കാം. എന്ന് പറഞ്ഞാൽ അവിടെ പോയി നോക്കി, അവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ നിങ്ങളുടെ സമ്പത്തിന്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ നിങ്ങളോട് ചോദിക്കപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ദുനിയാവിന്റെ അവസ്ഥ നിങ്ങൾ ചോദിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് തന്നെ മടങ്ങിക്കോളൂ. ലഅല്ലക്കും തുസ്അലൂൻ, നിങ്ങൾ ചോദിക്കപ്പെടുന്നവരായേക്കാം. അഥവാ നിങ്ങളുടെ ഈ നഷ്ടപ്പെട്ട സമ്പത്തിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ ദുനിയാവിനെ സംബന്ധിച്ചും ഒക്കെ നിങ്ങൾ ചോദിക്കുന്നവരായേക്കാം. ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചേക്കാം എടുക്കാ പോണതൊക്കെ. അതുകൊണ്ട് ആ വീട്ടിൽ തന്നെ നിങ്ങൾ മടങ്ങിക്കോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പരിഹാസ രൂപേണ പറയാണ്. അപ്പൊ ഇതൊരു ശരിക്കും അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങുമ്പം ഇത് യഥാർത്ഥത്തിൽ ആരാ പറയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വെച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് അവരോട് എന്ത് ചെയ്യാണ്? പരിഹാസ രൂപത്തിൽ പറയുന്ന അവസ്ഥ ഉണ്ടാകും. എന്നിട്ട് അവർ പറയാണ്, ഖാലു യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ, അവർ പറഞ്ഞു, പടച്ചോനെ, യാ വൈലന, ഞങ്ങൾക്ക് എന്തൊരു നാശമാണ്. വൈല് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടർത്ഥമുണ്ട്, നരകം എന്നർത്ഥമുണ്ട്, അതുപോലെ തന്നെ നാശം എന്നർത്ഥം. വൈല് എന്ന് പറഞ്ഞാൽ നരകത്തിന് താഴ്വരക്ക് പറയുന്ന പേരാണ് വൈല്. അപ്പൊ യാ വൈലന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാശമേ. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇനി രക്ഷയില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം ആ മനുഷ്യൻ എന്ത് ചെയ്യും? അവന്റെ കുറ്റം സമ്മതിക്കും. അതുവരെ സമ്മതിക്കൂല. ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് കണ്ടാൽ അപ്പം എന്ത് ചെയ്യും? അംഗീകരിക്കും. അത് മനുഷ്യന്മാരുടെ ഫിറൗൻ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഫിറൗൻ എന്ത് ചെയ്തിട്ടുണ്ട്? അംഗീകരിച്ചല്ലോ. ഫിറൗൻ എന്ത് പറഞ്ഞിട്ടാ മരിച്ച ദുനിയാവുന്ന? അന റബ്ബുക്കുമില്ല അലാന്ന് പറഞ്ഞ് ഫിറൗൻ വെള്ളത്തിലാണ്ട് മുങ്ങി, 2 മുങ്ങലാണ് മുങ്ങിയപ്പോ എന്താ? ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, അതുപോലെ തന്നെ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്, അല്ലാതെ വേറെ ഇലാഹില്ല. എപ്പോഴാ പറഞ്ഞ്? മുക്കിനുള്ളിൽ കൊള്ളാണ് കയറിയപ്പോ. അപ്പൊ പിന്നെ എല്ലാവരും അംഗീകരിക്കും. ഇതേപോലെ തന്നെയാണ് തുറൂഹ, തൊണ്ടക്കുയിൽ നിന്ന് പിരിയുന്ന സന്ദർഭത്തിൽ ആ ഗർഗറിന്റെ അവസ്ഥ ഉണ്ട്. അപ്പൊ എല്ലാവരും അംഗീകരിക്കും. അതുകൊണ്ട് റസൂൽ പറഞ്ഞ, ഒരു മനുഷ്യന്റെ തോപ സ്വീകരിക്കപ്പെടും മാലം യുഗർഗിർ,
ആ ഗർഹർ ശബ്ദം ഉണ്ടല്ലോ, തൊണ്ടെന്ന് റൂഹണ്ട് പിടിക്കുമ്പോൾ ഗർഹർ, അതുവരേക്കും ഒരു മനുഷ്യൻ തോപ ചെയ്ത് അള്ളാഹ് സ്വീകരിക്കും. അതോടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തോപ ചെയ്തിട്ട് സ്വീകരിക്കും. കാരണം എന്താ വെച്ചാൽ അവന് കുറുക്ക് മുറുകി, അതുവരെ അവൻ എന്തുണ്ട്, അവസരമുണ്ട്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ഇറങ്ങുന്നത് വരേക്കും നിങ്ങൾക്ക് പിന്നെ സമയമുണ്ട്. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പിന്നെ സൂറത്ത് മാഇദയുടെ അവസാനത്തിലുണ്ടല്ലോ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആളുകൾ എന്നിട്ട് പറഞ്ഞു, അൻസിൽ അലീന മാഇദത്തൻ മിനസ് സമാ. എന്താ ഈസാ നബി, നമുക്കൊരു ആകാശത്തിൽ നിന്ന് ഭക്ഷണത്തിന്റെ തളികക്കണം, ഇറക്കിത്തരിങ്ങള്. അപ്പൊ ഈസാ നബി എന്താ പറഞ്ഞു, ഇറക്കിത്തരാ, പക്ഷെ ഇറക്കിയിട്ട് പിന്നെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഒന്നാകും പോലെ ഉണ്ടാകുക. ഇറക്കിയിട്ട് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെന്നുണ്ടാവും, ഒന്നാകും അള്ളാന്റെ അതാപർ. അപ്പൊ മേടിച്ചു. ഇത് അള്ളാന്റെ സുന്നത്താണ്. അതായത് ഒരു അള്ളാഹുവിന്റെ അദാബ് നേരിട്ട് കാണുന്ന സന്ദർഭത്തിൽ അള്ളാഹു പിന്നെ എന്ത് ചെയ്യും, എല്ലാരും വിശ്വസിക്കും. അതുകൊണ്ടാണ് ഖാലു യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ, പടച്ചോനെ ഞങ്ങള് ദുൽമ ചെയ്തവരായിരുന്നല്ലോ എന്ന് അവർ പറയും. ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാച്ചാൽ അവർ ദുൽമ ചെയ്തിട്ടുണ്ട് എന്ന് അവർ തന്നെയും അംഗീകരിക്കണം. പടച്ചോനെ ഞങ്ങളൊക്കെ നിരപരാധികളാണ്, ഞങ്ങൾ എന്തിനാ കൊല്ലണമെന്ന് അവര് പറഞ്ഞ് അങ്ങനെ ചില ആൾക്കാർ ചോദിക്കുന്നു. ഞങ്ങൾക്ക് നിരപരാധികളല്ല, ഞങ്ങൾ എന്തിനാ കൊല്ലുന്നത്, ഇന്നാ കുന്നാ ളാലിമീൻ എന്ന് പറയാണ്. ഞങ്ങൾ അക്രമികളായി പോയല്ലോ, ആക്രമികളായ ഞങ്ങൾക്കാണല്ലോ, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വന്നതാണല്ലോ എന്ന് പിന്നെ അവർ തന്നെ അംഗീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്നിട്ട് അള്ളാഹ് പറയുന്നു. ഇത് ഒരു പറഞ്ഞു ഫമാസാലത്തിൽക്ക ദഅവാഹും, ഇതവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഫമാസാല, മാസാല എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരിക്കുക, അതൊരു പ്രയോഗമാണ്. ഫമാസാലത്തിൽക്ക ദഅവാഹും, ഇവരുടെ ഈ പ്രവർത്തനം ഉണ്ടല്ലോ, ഈ ദുആ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന സ്വന്തത്തിനെതിരാണ്. ഇന്നാ കുന്നാ ളാലിമീൻ എന്ന് പറയുന്ന ആ പ്രാർത്ഥന അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന, പടച്ചോനെ ഞങ്ങൾ ളാലിമായല്ലോ, പടച്ചോനെ ഞങ്ങൾ ളാലിമായല്ലോ, പടച്ചോനെ ചെയ്തു പോയല്ലോ എന്നിങ്ങനെ അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഹത്താ ജഅൽനാഹും എന്ന് പറഞ്ഞാൽ ശിക്ഷ പൂർണ്ണമായും അവരെ തുടച്ചു നീക്കി, പിന്നെ അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന, അവർ നശിക്കുന്നത് വരേക്കും ഇതിങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കുറ്റബോധം അവരെ അലട്ടിക്കൊണ്ടേ ഇരിക്കുമെന്നാണ്. ഇവിടെ പിന്നെ ഹസീദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഹസദ് എന്ന് പറഞ്ഞ കൊയ്യെന്നർത്ഥം. അത് കൊയ്തിട്ട വൈക്കോലുണ്ടല്ലോ, അതാണ് ശരിക്കും ഹസീദ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ ഹാമിദി എന്ന് പറഞ്ഞാൽ അതന്നെ നമ്മൾ സാധാരണ കറ്റകളൊക്കെ പറയും, നമ്മൾ സാധാരണ കൊയ്തിട്ട കറ്റകൾ. അപ്പൊ അങ്ങനെയുള്ള ശരിക്കും കൊയ്തെടുക്കപ്പെട്ട രൂപത്തിൽ അവരങ്ങോട്ട് പൂർണ്ണമായും നശിപ്പിച്ച് കളയുന്നത് വരേക്കും ഈ വാക്ക് അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഏത് വാക്ക? ഇന്നാ കുന്നാ ളാലിമീൻ അവരെന്ത് ചെയ്യും, പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ആ പറച്ചിൽ എന്തുണ്ട്, കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ ശരിക്കും എന്താ വെച്ചാൽ അള്ളാഹുവിന്റെ അദാബ് വരുന്നതിന്റെ മുമ്പാണ് അള്ളാഹുൽ വിശ്വസിക്കേണ്ടത്. അള്ളാഹുവിന്റെ അദാബ് വന്നെത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നുണ്ടാവില്ല, അതിന് രക്ഷപ്പെടാൻ സാധിക്കൂല. മാത്രമല്ല അത് അള്ളാഹുവിന്റെ അടുക്കൽ ഉദുറായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയും ഇല്ല. അതാണ് നമ്മൾ ആയത്തിൽ മനസ്സിലാക്കേണ്ടത്. അതായത് പടച്ചോനെ എനിക്കിപ്പോ മനസ്സിലായിട്ടുണ്ട്, എനിക്ക് അവസരം ചോദിച്ചാൽ അപ്പൊ അവസരമില്ല. മനസ്സിലായില്ലേ? അതായത് പരീക്ഷ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു കുട്ടി പുറത്ത് നിന്നുകൊണ്ടൊക്കെ നോക്കിയാ അപ്പൊ അവന് മനസ്സിലായി ഞാൻ ഇതൊക്കെ തെറ്റാണ്. ഇനി ടീച്ചർ ഒരു മിനിറ്റ് കൂടി തിരിച്ചാൽ കിട്ടുമോ? കിട്ടില്ലല്ലോ. ഓന്റെ ചാൻസ് കഴിഞ്ഞ്, ഓന്റെ എഴുതേണ്ട സമയം അവസാനിച്ചു കഴിഞ്ഞു. ആ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുതിയിട്ട് കാര്യമില്ല. അതാണ് അള്ളാന്റെ സുന്നത്ത്. അത് ദുനിയാവിലെ മനുഷ്യന്മാർ നടപ്പിലാക്കണം തന്നെയാണ്. ഒരു അറ്റുണ്ടല്ലോ, അതാണ് ഹസീദൻ. പിന്നെ അവരെ നാം ശരിക്കൊരു നമ്മൾ സാധാരണ കൊയ്തെടുക്കപ്പെട്ട പിന്നെ എന്താ പറയാ, പിന്നെ കറ്റകളെ പോലെ അല്ലെങ്കിൽ ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരങ്ങോട്ട് ശരിക്കും പൂർണ്ണമായും നശിപ്പിച്ച് മൂടിക്കളയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് വരേക്കും ഈ ഒരു ദഅവ അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. എല്ലാ കാഫിര്യങ്ങളും ഇതെന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കും, ളാലിമാണെന്ന് അംഗീകരിക്കും. എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട്, ദുനിയാവെന്ന ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ മരിക്കുന്നതിന്റെ മുമ്പ് ഞാൻ കുറ്റവാളിയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ടല്ലാതെ ഒരാൾ എന്ത് ചെയ്യില്ല, മരിക്കൂല. മനസ്സിലായില്ലേ?
ആ തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ച് ഞാൻ കുറ്റവാളിയാണ് എന്ന് അയാൾക്ക് സ്വയം ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് എന്ത് ചെയ്യുക ഇവിടെ മരിക്കുക. ഇനി ഏറ്റവും ചുരുങ്ങിയത് എപ്പം ബോധ്യപ്പെടും വെച്ചാൽ എതിരിപൂല വുജൂഹും വധുബാറും എന്ന് പറഞ്ഞില്ലേ, അവന് റൂഹ് പിടിക്കുമ്പോൾ മലക്കൾ എന്താ ചെയ്യുക, മൊത്തം പുറത്തുനിന്ന് അടി കിട്ടും. ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവില്ല. മലക്കൾ അടി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സാധാരണ നമ്മള് ചുള്ളലോട് അടിക്കണ അടിയല്ല, ചുരുളോട് അടിക്കണ എതിരിപൂല മലക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതങ്ങൾ വരെ ഒരു ചിറകൊണ്ട് മറച്ചിടാൻ ശക്തിയുള്ള ആൾക്കാരാണ് അള്ളാന്റെ മലായിക്കത്തുകൾ. ആ മലക്കുകള് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അഖിലാവുഷിത ശക്തന്മാരായ മലക്കളായിരിക്കും. നരകത്തെ കാക്കുന്നതാണെങ്കിൽ പരുഷന്മാരായിരിക്കും ആളുകൾ. കാഫര്യങ്ങൾ അടുത്തേക്ക് അയക്കുന്നത് റഹ്മത്തിന്റെ മലക്കളാവില്ല, ഒരു റഹ്മത്തോൾക്ക് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ അടി കിട്ടും, അപ്പൊ തന്നെ എന്താവും ശരിക്കും മനസ്സിലാവും. ഇവിടെ നിന്ന് നോക്കിക്കോ, ഫമാസാരത്തിൽക്കതാവാഹും അവരാ ദഅവ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവരെ നാം ശരിക്കങ്ങട്ട് നശിപ്പിച്ച് മൂടിക്കളയുന്നത് വരേക്കും അവർ ശരിക്കും അവിടെ അത് പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറഞ്ഞിട്ടാണ് വാലിമീൻ എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ അവർ മരണപ്പെടുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം എന്താ വെച്ചാൽ, നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തോന്നിയാസം ചെയ്യുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ തെറ്റിയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആ തെറ്റ് നമുക്ക് എപ്പോൾ ബോധ്യപ്പെടും വെച്ചാൽ മരിക്കുമ്പോൾ ബോധ്യപ്പെടും. പിന്നെ ഒരു ചാൻസ് ദുനിയാവൊക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് ദുനിയാവിൽ എത്ര ചെറിയ ആയുസ് കിട്ടിയാലും എത്ര വലിയ ആയുസ് കിട്ടിയാലും ഉള്ള സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് വയസ്സായിട്ട് നിസ്കരിക്കുക എന്നൊക്കെയാണ് യുവാക്കൾ ചിന്തിക്കുക. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ എത്ര യുവാക്കൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് മരിച്ചു അല്ലെ? 20-ന്റെ 30-ന്റെ ഒക്കെ വയസ്സിന്റെ ഇടയ്ക്കുള്ള എത്ര യുവാക്കൾ മരിച്ചു. വയസ്സന്മാർ ചിന്തിക്കുന്നത് വെച്ചാൽ ഇനി കുറച്ചുകൂടി ഒക്കെ ആയുസ് നീട്ടി കിട്ടിയാൽ അങ്ങോട്ടാണ്. റസൂലുള്ളാഹി പറഞ്ഞത് വയസ്സ് കൂടുന്തോറും 2 കാര്യത്തോട് ഹുബ്ബ് കൂടുന്ന, എല്ലാവർക്കും അല്ല കേട്ടോ, മുഅ്മിനീങ്ങൾക്കല്ല, ഒന്ന് ആയുസിനോടും ഒന്ന് പണത്തോടും ഹുബ്ബ് കൂടുന്നു. ഈ വയസ്സായി എനിക്ക് അത്രക്ക് മതി എന്നല്ല ചിന്തിക്കുക ആൾക്കാര്. പിന്നെ എന്ത് ചെയ്യും, കുറച്ചുകൂടി കിട്ടിയ തിരക്കടിലുള്ള അതിങ്ങനെ 2 കാര്യം അവനിൽ ശാപായിരിക്കും. ഒന്ന് ആയുസിനോടുള്ള ആർത്തി, അത് എന്താ പറയുക, അതുപോലെ തന്നെ സമ്പത്തിനുള്ള ആർത്തി. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല, കാഫിര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാകുക. അപ്പൊ ഇത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ഇത് സത്യമായിരിക്കും. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവർക്കത് ബോധ്യപ്പെടും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇനി അള്ളാഹ് പറയുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ദുനിയാവും ആഖിറവും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ സൃഷ്ടിച്ചതല്ല. വമാ ഖലഖന സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. വമാ ഖലഖന സമാഅ, ആകാശത്തെ നാം സൃഷ്ടിച്ചിട്ടില്ല, വൽ അർള, ഭൂമിയെ നാം സൃഷ്ടിച്ചിട്ടില്ല, വമാ ബൈനഹുമാ, അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളതിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല. എങ്ങനെ? ലാഇബീൻ. ലാഇബാർ എന്താ? കളി. അപ്പൊ അള്ളാഹ്ക്ക് വെറുതെ പണിയൊന്നുമില്ലാത്തപ്പോ ഒരു ആകാശം കിടക്കട്ടെ അവിടെ, ഒരു ഭൂമി കിടക്കട്ടെ അവിടെ, കുറച്ച് ജിന്നുകൾ കിടക്കട്ടെ അവിടെ, കുറച്ച് മനുഷ്യന്മാർ കിടക്കട്ടെ അവിടെ. ഇങ്ങനല്ല. അള്ളാഹുവിന് ഒരു സൃഷ്ടിയെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, മനുഷ്യന്മാര് മുമ്പുണ്ടല്ലോ, ജിന്നുകളുണ്ട്. മലക്കുകൾ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ നേരത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കളോട് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞ? ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. അപ്പൊ മലക്കൾ എന്താ പറഞ്ഞ? നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. പടച്ചോനെ നിനക്ക് സ്തുതിക്ക് അർപ്പിക്കാനാണ് ഞങ്ങളിവിടെ ഇല്ലേ, ഇനി വേറെ എന്തിനാ മലക്ക്? അപ്പൊ അള്ളാഹ് എന്താ പറഞ്ഞ? ഇന്നി അലമു മാ ലാ തഅലം. ഉണ്ടോ? ഇന്നി അലമു മാ ലാ തഅലം. അപ്പൊ അള്ളാഹ്ക്ക് ലക്ഷ്യം മലക്കൾക്ക് അറിയില്ല. മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിന് അള്ളാഹ്ക്കൊരു ലക്ഷ്യമുണ്ട്, അതാർക്കറിയില്ല? മലക്കൾക്കറിയില്ല. അള്ളാഹിന്റെ ഏറ്റവും അടുത്ത മുഖർറബീങ്ങളായ മലക്കൾക്ക് പോലും ആ ലക്ഷ്യം അറിയില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഏത് സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതിന് അള്ളാഹ്ക്കൊരു ഹിക്മത്തുണ്ട്. അതൊരിക്കലും ദുനിയാവിൽ ഒന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. ഒന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് കൊതു കടിക്കുമ്പോൾ എന്തിനാ കൊതില്ലെങ്കിൽ എന്ത് സുഖീന്, എറുമ്പെടുക്കുക വെച്ചാൽ എറുമ്പില്ലെങ്കിൽ സുഖീന്.
പക്ഷെ ആ ഉറുമ്പിനെ അള്ള സൃഷ്ടിച്ചതും അള്ളാഹ്ക്കൊരു ഹിക്മത്തുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാളത്തിലെ ഉറുമ്പുകൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്, കടലിലെ മത്സ്യങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. ഉറുമ്പിന്റെ ഒരു ഉപകാരമാണ്. അള്ളാഹിന്റെ ദീൻ പഠിക്കണം, ഖുർആനും സുന്നത്തൊക്കെ പഠിച്ച് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അത് പ്രായം എത്ര ആയാലും വേണ്ടില്ല, ഖുർആൻ പഠിക്കുക, റസൂലുള്ളാഹിന്റെ സുന്നത്ത് പഠിക്കുക, ദീന് പഠിക്കുക, ഇതുപോലത്തെ ക്ലാസ്സുകളിലേക്ക് വരിക. അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി ഉറുമ്പുകൾ, മാളത്തിലുള്ള ഉറുമ്പുകൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിൽ എത്ര മനുഷ്യന്മാരുടെ നമുക്കറിയാം ഇല്ലേ? റേഷൻ കാർഡ് ഉണ്ടാവും. പക്ഷെ എത്ര ഉറുമ്പുണ്ട് നമുക്കറിയോ? നമ്മളെ ബെഡ്മിൽ എത്ര ഉറുമ്പുണ്ടെന്ന് തന്നെ അറിയില്ല. ലോകത്ത് എത്ര ഉറുമ്പുകൾ ഉണ്ടാവും? ആ ഉറുമ്പുകളുടെ ഒരു പണി എന്താ? ഉറുമ്പിനെ അള്ളാഹ് വെറുതെ സൃഷ്ടിച്ചല്ല. ഉറുമ്പിന്റെ ഒരു പണി എന്താണ്? താലിബുൽ ഇൽമിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കുക. പടച്ചോനെ ആ കുട്ടിക്ക് പുറത്തു കൊടുക്കണേ, പടച്ചോനെ അവന് പുറത്തു കൊടുക്കണേ, പടച്ചോനെ അയാൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ട വേറെ ലക്ഷ്യങ്ങൾ അള്ളാഹ്ക്ക് ഉണ്ടാകാം, ഒരു ലക്ഷ്യം റസൂലുള്ളാഹി പറഞ്ഞു. അതുകൊണ്ടാണ് ഉറുമ്പുകൾ എന്ത് ചെയ്യാൻ കരിച്ചു കളയാൻ പാടില്ല. ഒരു ജീവികളും കരിച്ചു കളയാൻ പാടില്ല. പക്ഷെ പ്രത്യേക റസൂൽ പറഞ്ഞ ജീവികളാണത് ഉറുമ്പുകളെ കരിച്ചു കളയാം. കാരണം ആ ഉറുമ്പുകൾക്ക് പിന്നെ അള്ളാഹു ഉറുമ്പിനോട് ഉറുമ്പുകൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കട്ടെ. അതേപോലെ തന്നെയാണ് മത്സ്യങ്ങള്. ഹൈത്താൻ ഫിൽ ബഹർ, കടലിലെ മത്സ്യങ്ങൾ ആലോചിച്ച് നോക്കി. കടലിന്റെ ഒരറ്റം മറ്റേ അറ്റം എന്ന് പറഞ്ഞാൽ പാരാവാരം പോലെ കടല്. ആ കടലിൽ എത്ര മത്സ്യം ഉണ്ടെന്ന് ദുനിയാവിലെ മനുഷ്യനെ അറിയോ? അറിയില്ലല്ലോ. എത്ര കാലായി മനുഷ്യന്മാര് പിടിക്കൽ തുടങ്ങിയിട്ട്. നബിന്റെ കാലം അന്ന് മുതൽക്കുണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തിൽ മീൻ പിടിക്കലുണ്ടല്ലോ. ഖുർആൻ പറഞ്ഞില്ലേ, യൗമുസ്സബത്തിന് മീൻ പിടിക്കുക. അന്ന് തന്നെ മീൻ പിടിക്കലുണ്ട്. അന്ന് പിടിച്ചിട്ട് ഇന്ന് വരെ തീർന്നോണം മീന്? തീർന്നില്ലല്ലോ. ഒരു ദിവസം ലക്ഷക്കോടിക്കണക്കിന് ടണ്ണാണ് മത്സ്യം കൊണ്ടുവരുന്നത് മനുഷ്യന്മാർ. ഇവിടെ തീർന്നില്ല. അള്ളാഹ് പറയാം, ഈ മീനുകൾ മുഴുവനും ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പൊ ഈ ജീവി, ഓരോ ജീവിക്കും അതാണ് ദുനിയാവ് മൊത്തം പെട്ട്. ആകാശവും ഭൂമിയും അതിനിടയിലുള്ളതും നാം ഒന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാത്തിനും ലക്ഷ്യമുണ്ട്. കാറ്റ്, മഴ, ഇടി, അതുപോലെ തന്നെ വെള്ളം, എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. നമുക്കത് അറിഞ്ഞോളന്നില്ല. എല്ലാം അള്ളാഹു ഭൂമിയിലുള്ള അധിക കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്നല്ലെങ്കിൽ പ്രത്യക്ഷമായ അല്ലെങ്കിൽ പരോക്ഷമായ മനുഷ്യന്മാരുമായിട്ട് എന്തുണ്ടാവും? ബന്ധമുണ്ടാവും. മനസ്സിലായില്ലേ? എല്ലാ ലായിബിൻ എന്ന് പറഞ്ഞാൽ കളി തമാശയായിക്കൊണ്ട് എന്നർത്ഥം. ലൈബാർ എന്താ? കളി എന്ന് പറഞ്ഞാൽ നമ്മള് കാര്യത്തിലല്ല, അതൊരു വെറുതെ അല്ലല്ലോ. നമ്മൾ കളി കാര്യമാക്കലില്ല സാധാരണ. ഇപ്പൊ കളിയാട്ടെ, പിന്നെ കാര്യം, അത് വേറെ കാര്യം. കളി സാധാരണ എന്താ വെച്ചാൽ ആളുകൾ ഗൗരവത്തിൽ എടുക്കാത്ത സാധനങ്ങൾ എന്നറിയാം. ഒരു കളിയും തമാശ എന്ന് പറഞ്ഞാൽ ഗൗരവത്തിലില്ലാത്ത. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയും അതിന്റെ ഭൂമിയും ആകാശവും അതിന്റെ ഇടയിലുള്ളത്, നക്ഷത്രങ്ങള്, മേഘങ്ങള്, അതുപോലെ തന്നെ ഗാലക്സി, മിൽക്കി വേ, ഇങ്ങനത്തെ എല്ലാ സംഗതികളും ഇതൊക്കെ ഒന്നാനാകാശത്തിന്റെ ഭൂമിന്റെ ഇടയിലുള്ളതാണ്. ഈ വസ്തുക്കളൊന്നും തന്നെ നാം ലാഇബീനായി അഥവാ തമാശയായിക്കൊണ്ട് സൃഷ്ടിച്ചു. എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ ലക്ഷ്യത്തിൽ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് അള്ളാഹ്ക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മള് സൃഷ്ടിച്ചാലും അള്ളാഹ്ക്കൊരു ലക്ഷ്യമുണ്ട്. അതിലിപ്പോ നമ്മളും പെട്ടല്ലോ. വമാ ഖലഖന സ്സമാഅ വൽ അർദ, ഭൂമിയിലും അതിനിടയിൽ എന്ന് പറഞ്ഞ ഭൂമിന്റെ മുകളിൽ നമ്മളുള്ളത്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചാലും അള്ളാഹ്ക്കൊരു ലക്ഷ്യമുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. നമ്മൾ എന്തിനാ ഉണ്ടാക്കിയതെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹിനെ ആരാധിക്കാൻ നമ്മൾ ഉണ്ടാക്കിയത്. അല്ലാതെ ഇവിടെ വലിയ ദുനിയാവിനും കെട്ടിപ്പടുത്ത് വലിയ സൗധങ്ങൾ ഉണ്ടാക്കി അതിനുള്ളിൽ കുത്തിരിക്കാനല്ല. അതിന്റെ ഉള്ളിൽ കുത്തിരിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹ്ക്കുള്ള ഇബാദത്ത്, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. അതേപോലെ തന്നെ പിന്നെ മറ്റു ജീവജാലങ്ങൾക്ക് ഓരോ ലക്ഷ്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യന്മാരും ജിന്നുകളിൽ കുറച്ച് ആൾക്കാരല്ലാത്ത എല്ലാ വസ്തുക്കളും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് തസ്ബീഹും തഹ്ലീലും ചെയ്യുന്നവർ തന്നെയാണ്. അള്ളാഹ്ക്ക് ഇവിടുത്തെ നാൽക്കാലികള്, അതുപോലെ തന്നെ പിന്നെ ജീവജാലങ്ങള് എല്ലാം അള്ളാഹ്ക്ക് തസ്ബീഹും തഹ്ലീലും ചെയ്യുന്നുണ്ട്.
നമ്മൾ കുറച്ച് ആൾക്കാർ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കാനും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവ് തന്നിട്ടുണ്ട് എന്നുകൊണ്ടാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഭൂമിയിലുള്ള ഒരു വസ്തുവും അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല. എല്ലാത്തിനും അള്ളാഹ്ക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ സൃഷ്ടിപ്പിനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയാം. ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. ഇനിയോ പിന്നെ ഒരായത്തുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ലൗ അർദ്ന അൻ നത്തഖിദ ലഹ്വൻ, ഇനി അങ്ങനെ നാം ഒരു ലഹവായിക്കൊണ്ട് സ്വീകരിക്കാൻ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലൗ അർദ്ന നാം ഉദ്ദേശിച്ചിരുന്നു, അൻ നത്തഖിദ ലഹ്വൻ ഒരു കളിയും തമാശയുമായിക്കൊണ്ട് അത് സ്വീകരിക്കാൻ വേണ്ടി നാം അത് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എന്താ പറയാ, ലത്തഖദ്നാഹു മിൻ ലദുന്ന, അങ്ങനെ തന്നെ ഇൻകുന്ന ഫായിൽ, നാം അത് ചെയ്യുമായിരുന്നു. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചത് വെറുതെ സൃഷ്ടിക്കാനും അള്ളാഹ്ക്ക് കഴിയും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അങ്ങനല്ല ചെയ്തിട്ടുള്ളത്. വെറുതെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഭാഗത്തിൽ നിന്ന് തന്നെ നാം അത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹ് തന്നെ കളിയും തമാശയും അത് സൃഷ്ടിക്കുമായിരുന്നു. പക്ഷേ നാം അത് ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതിനൊരു അള്ളാഹ്ക്ക് ലക്ഷ്യമുണ്ട്. ഭൂമിയെ സൃഷ്ടിച്ചതിലും സൂര്യനെ സൃഷ്ടിച്ചതിലും ചന്ദ്രനെ സൃഷ്ടിച്ചതിലും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അള്ളാഹുവിന് അറിയാം. എല്ലാം നമുക്ക് അറിഞ്ഞോണമെന്നില്ല, ചില കാര്യങ്ങളൊക്കെ നമുക്കും അറിയാം എന്ന് മാത്രം. ഇത് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഖൗമിനെ നശിപ്പിച്ചതിന് ശേഷം ഇത് അള്ളാഹ് പറഞ്ഞതെന്ന് വെച്ചാൽ, പല ആളുകളും നശിപ്പിക്കപ്പെടാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്താ? ഈ ഖൗമുകൾ നശിപ്പിക്കപ്പെടാൻ അടിസ്ഥാനപരമായ കാരണം എന്താ? ദുനിയാവിനൊരു കളിയും തമാശയാക്കി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് കളിയും തമാശയാക്കി സൃഷ്ടിച്ചല്ല, അള്ളാഹ് ഗൗരവത്തിലെടുത്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളി, അള്ളാഹ്ക്കത് ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങളുടെ സൃഷ്ടിപ്പും ദുനിയാവിലെ എല്ലാ സൃഷ്ടികളും അള്ളാഹു ഗൗരവത്തിൽ തന്നെ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ദീൻ എന്ന് പറഞ്ഞാൽ കളി തമാശല്ല, അല്ലെങ്കിൽ ജീവിതം കളി തമാശല്ല, അത് നിങ്ങൾ ഗൗരവത്തിലെടുക്കും. മുമ്പ് നശിപ്പിക്കപ്പെട്ട ഖൗമിന്റെ അവസ്ഥ ഒരു ഇതേ അവസ്ഥയാണ്. അത് അവരവരുടെ ജീവിതത്തെ സീരിയസ് ആയി എടുത്തിട്ടില്ല, കളിയും തമാശയാക്കി എടുത്തുകൊണ്ടാണ് അവർ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നാം നാം അതൊരിക്കലും പ്രവർത്തിക്കുന്നവനല്ല എന്ന് പറഞ്ഞാൽ അത് സീരിയസ് ആയി എടുത്തിട്ട് തന്നെയാണ് നാം ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഒരു ലഹവായിക്കൊണ്ട് നാം ഒരിക്കലും അതെടുത്തിട്ടില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു തരാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന് ശരിക്കും ഒരു ലക്ഷ്യമുണ്ട്. അത് കളിയും തമാശയും കുറെ ചിരിയും കളിയും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തുലക്കേണ്ട ഒന്നല്ല. അതൊക്കെ അതിന്റെ ആവശ്യ ജീവിതത്തിലാകാം. വലാത്തൻസ നസീബക മിന ദുനിയ, ദുനിയാവിന്റെ നസീബിനെ ഒഴിവാക്കൊന്നും വേണ്ട, മറക്കൊന്നും വേണ്ട. പക്ഷെ ഇതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം പരലോകമാണ്. അത് മറക്കാൻ പാടില്ല. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ചകൾ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ നിറഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك ارحم الراحمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. ഇൻസാനെ മരിച്ചു. ഓക്കെ. അതെ. അതെ. ഈ അഹ്ൽ ഫത്രത്തിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് പല ഖിലാഫുകളുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ മക്കയിലടക്കം ഒന്നുകിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മില്ലത്ത് പിൻപറ്റി പോരുകയോ അതല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ശരീഅത്ത് പിൻപറ്റി പോരുകയോ ചെയ്ത ആളുകൾ ആ കാലഘട്ടം വരേക്കും ഉണ്ട്. അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി കിട്ടി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് വന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് വന്നല്ലോ.
ഖദീജ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പിന്നെ ഖദീജ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കിലേക്ക് ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ റളിയല്ലാഹുവിന്റെ അടുത്ത കുടുംബക്കാരാണ് വറഖത്ത് ബിൻ നൗഫൽ. വറഖത്ത് ബിൻ നൗഫലിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇത് ഇന്ന സംഭവം. അപ്പൊ വറഖത്ത് നൗഫൽ എന്താ പറഞ്ഞത്? ഇത് മൂസാ നബിന്റെ അടുത്ത് വന്ന മലക്കന്നെയാണ്. മൂസാ നബിയുടെ ശരീഅത്ത് മനസ്സിലാക്കുകയും അതേ സമയത്ത് വറഖത്ത് നൗഫലിനെ പറ്റി കാണാം, അദ്ദേഹം ഒരിക്കലും വിഗ്രഹാരാധന ചെയ്തിട്ടില്ല. വിഗ്രഹാരാധന ചെയ്യാത്ത ഒരുപാട് ആളുകൾ, ഇപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് അദ്ദേഹം വിഗ്രഹാരാധന അല്ല, വിശ്വാസം ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ശരീഅത്തുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അതായത് ആ ഇബ്രാഹിം നബിയുടെ താവഴി പിൻപറ്റി വരുന്ന ആളുകളുണ്ട്, ഈസാ നബിയുടെ ശരീഅത്തിലുള്ള താവഴി പിൻപറ്റി വരുന്ന ആളുകളും ഉണ്ട്. പിന്നെ പണ്ഡിതന്മാര് പറഞ്ഞെന്ന് വെച്ചാൽ ഇനി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും അയാൾക്ക് കിട്ടിയിട്ടില്ല, അയാളങ്ങനെ മരിച്ചുപോയി. അയാളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ കൊണ്ടുവരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുന്നിൽ ഞാൻ നിർത്തും ഹിസാബിന്റെ മുമ്പ്. എന്നിട്ട് ഈ പ്രവാചകനും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കും. ചിലർ വിശ്വസിക്കും, ചിലർക്ക് വിശ്വസിക്കില്ല. വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മോചനം കൊടുക്കും, ഇല്ലാത്തവന് നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥ. ഏതായിരുന്നാലും ഒരു പ്രവാചകന്റെ മുന്നറിയിപ്പ് ഒന്ന് കിട്ടിയിട്ടില്ലാതെ എന്തുണ്ടാലോ മാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. ഇത് ഖുർആന്റെ ഗണ്യതമായ അള്ളാഹ് പറഞ്ഞ കാര്യമാണ്. ഒരു പ്രവാചകൻ റസൂലിനെ അയക്കാതെ നാം എന്ത് ചെയ്യില്ല, ഒരാളെയും ശിക്ഷിക്കുകയില്ല. ഒരാൾക്ക് അദാബ് കൊടുക്കണമെങ്കിൽ അതിനകത്ത് അള്ളാഹിന്റെ അടുക്കൽ ഹുജ്ജത്ത് ഉണ്ടാവും. ആ ഹുജ്ജത്ത് ഒന്നുകിൽ ഈ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ, ഇപ്പൊ മക്കയിൽ തന്നെ വിഗ്രഹാരാധകരല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. വിഗ്രഹാരാധകരല്ലാത്ത ക്രിസ്ത്യാനിറ്റികൾ പോയി പിന്നെ സൽമാനുൽ ഫാരിസിയുടെ ഇസ്ലാം ആശ്രയസനവുമായി കൊണ്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രം, അദ്ദേഹം ഒരു 6 or 7 പിന്നെ പണ്ട് പുരോഹിതന്മാരുടെ അടുക്കിലേക്ക് കൂടെ കയറി കൂടിയിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വരുന്നത്. അതിൽ പല ആളുകളും ഇദ്ദേഹം പറഞ്ഞ വിഗ്രഹാരാധകന്മാരല്ല, അവർ അള്ളാഹുവിനെ മാത്രം, ഏക ദൈവത്തെ മാത്രം ആരാധിച്ചിരുന്ന ആളുകൾ, ഒരു പ്രവാചകർ അത്രയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നോക്കിയപ്പം ഇത് ഇസ്ഹാഖ് നബിന്റെ പരമ്പരയല്ല, ഇസ്മായിൽ നബിന്റെ പരമ്പരയാണ്. ഒറ്റ കാരണത്താലാണ് ആരും അംഗീകരിക്കാതിരുന്നത്, ജൂതന്മാരും ക്രിസ്ത്യാനികളും അംഗീകരിക്കാതിരുന്നത്. മനസ്സിലായത്? ഇതുപോലെ പ്രതീക്ഷിച്ചെന്താ വെച്ചാൽ, കാരണം ഇസ്മായിൽ നബി ആരുടെ മോനാണ്? ഉമ്മാരാണ് ഹാജറാണ്. ഹാജർ അടിമ സ്ത്രീയായിരുന്നു. ഇബ്രാഹിം നബിയുടെ ശരിക്കുള്ള ഭാര്യ ആരാണ്? സാറാണ്. സാറയുടെ മകനാണ് ആര്? ഇസാഖ്. അപ്പൊ കുടുംബം ഉണ്ടല്ലോ, പിന്നെ ജാതി. അപ്പൊ പിന്നെ ഒരു അടിമ സ്ത്രീയുടെ മകനായ ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് ആര് വന്നത്? അത് ജാതി പോരാ, ഇസ്ഹാഖ് നബിയിലൂടെ വരണം. അതാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ആഗ്രഹിച്ചത്. മനസ്സിലായില്ലേ? ഹെർക്കൽ ചക്രവർത്തിയൊക്കെ ഇത് ശരിക്കും അംഗീകരിച്ച ആളാണ്. പിന്നെ അവർക്ക് പിന്നെ എന്താ പറയാ, ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ആളാണ്. പക്ഷെ അതൊന്നും സ്വീകരിച്ചിട്ടില്ല. അപ്പോ ഇതാണ് ആ വിഷയത്തിൽ പറയുന്നത്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അള്ളാഹു ഒരാളെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അതിനു മുമ്പാക്കി റിസാലത്ത് എത്തിച്ചിരിക്കും. ചില ആൾക്കാർ ഈ പിന്നെ കാട്ടിലൊക്കെ ജീവിക്കുന്ന ആളെ പിന്നെ ഈ അന്തമാൻ നിക്കോബാറിലൊക്കെ തുണി നിൽക്കാതെ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവര് വേറെ ആളുകളെ പിന്നെ അവിടെ കയറ്റുന്നില്ല. ശരിയല്ലേ? അതൊക്കെ എന്താ വെച്ചാല് പിന്നെ അത് ഓലൊക്കെ അള്ളാന്റെ സൃഷ്ടികളല്ലേ, ഓലക്കൊക്കെ അവരുടേതായ എതിറുകളുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സുന്നത്ത് കണ്ടിട്ടുണ്ടാവും. നമ്മള് പിന്നെ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അള്ളാന്റെ നദീർ വരാതെ അള്ളാഹു അവർക്ക് അദാബ് കൊടുക്കില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലെ ശിക്ഷകളൊക്കെ പിന്നെ മാർഗങ്ങളൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവും. അള്ളാഹു അലം. ഇതാണ് ആ വിഷയത്തിൽ.